കൂട്ടുകാരെ, എന്തൊക്കെയാണ്? സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലോട്ട് വിശേഷങ്ങളിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ അങ്ങോട്ട് പോയാലോ? അപ്പോൾ ഇതേ കുറച്ച് മല്ലി ചൂടാക്കാനുണ്ടായിരുന്നു. അത് നമുക്ക് പൊടിച്ച് വെക്കാനുള്ളതാണ് കേട്ടോ. ഞാൻ ആദ്യം മല്ലി വറുത്ത് വെച്ചിരിക്കുകയാണ്, പൂത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ആവശ്യാനുസരണം പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊന്നും ചൂടാക്കി എടുക്കാനുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ഓരോരോ പരിപാടികൾ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇത് എല്ലാവരും എണീറ്റിട്ടുണ്ട്. അധികം നേരമൊന്നും ആയില്ല, 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന്. അതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്നുകൂടി പൊടിച്ചെടുക്കാം. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് പൊടിച്ചെടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും കിട്ടും. എനിക്ക് വലിയ ജാറിലിട്ട് പൊടിക്കുമ്പോൾ അത്ര കറക്റ്റായിട്ട് കിട്ടണില്ല. അപ്പോൾ ഞാൻ ചെറുതിൽ തന്നെ എടുത്തിട്ട് ആ ഒരു ജാറിൽ കൊള്ളണ അത്രയും ഞാൻ പൊടിക്കാറുള്ളൂ കേട്ടോ. പിന്നെ അതേ രാവിലത്തെ ആ ഒരു ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ. വലിയൊരു ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വറുത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കില്ലേ ഉരുളക്കിഴങ്ങ്, അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഒന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതൊന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് നന്നാക്കിയിട്ട് അതങ്ങോട്ട് മാറ്റിക്കളയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ അതേ ഒന്ന് നന്നാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ അപ്പോഴേക്കും നമ്മുടെ കറി, ഉപ്പേരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ കടലയിൽ ഞാനൊന്ന് വറുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു സമയം എന്നോട് ഇവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൂസിനാണെങ്കിൽ ഭയങ്കര, ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവൻ എന്നോട് ഭയങ്കര സംസാരമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ഏട്ടനാണെങ്കിൽ രാവിലെ പോവും വേണം കേട്ടോ നേരത്തെ. അപ്പോൾ അങ്ങനെ ദേ നമ്മൾ കടലയൊക്കെ ഒന്ന് വറുത്തിട്ടെടുത്തു. പിന്നെ അത് അടുത്ത കടുകിട്ടിരിക്കണം. അത് എന്തിനാണെന്നല്ലേ അറിയേണ്ടത്, നമുക്ക് നോക്കാം അതെന്തിനാണ് ഇന്ന് അല്ലേ. പയറുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പയറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലാതെ തന്നെ അരിഞ്ഞെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. പിന്നത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഓരോ വിശേഷങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. രാവിലെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ഇന്നത്തെ വിശേഷം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു വിശേഷവും ഇല്ല. അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നു എന്നുള്ള വിശേഷങ്ങൾ മാത്രമേ നമുക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ അങ്ങനെ വീഡിയോ ഇടുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അത് ഉപ്പേരി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇത് ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് തോന്നുന്നു. ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നാളൊരു ദിവസം കേട്ടോ. പക്ഷേ അത് ഇതിൻ്റെ അത്ര അങ്ങോട്ട് ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് തന്നെ ഇങ്ങനെ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനി ഒന്ന് ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ സമയം അതേ ഒരു 8-8:30 ആവുന്നേ ഉള്ളൂ. ആ ഒരു ടൈം ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അപ്പൂസ് TV കാണണമെന്ന് പറഞ്ഞു. അപ്പൂസിന് പറഞ്ഞാൽ ഏതു കാരണം മനു TV കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ശനിയാഴ്ചത്തെ വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ശനിയാഴ്ച ഇന്ന് മനുവിന് ക്ലാസ് ഉണ്ട്. അവർക്കൊരു ദിവസത്തിന് മുന്നേ ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ദിവസത്തിന് പകരമായിട്ട് ഇന്ന് ശനിയാഴ്ച ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുവിധം എല്ലായിടത്തും അങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു വർക്കിംഗ് ഡേയ്സ് ലീവായിട്ടുണ്ട്, ഒഴിവായിട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം ശനിയാഴ്ച അവർക്ക് മിക്കവാറും ക്ലാസ് ഉണ്ടാവാറുണ്ട്. 2ാം ശനി അങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും ക്ലാസ് വയ്ക്കാറില്ല കേട്ടോ. ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളായി ക്ലാസ് ഉണ്ടായിട്ട്. ഇപ്പോൾ അങ്ങനെ ഇന്നാണ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ഏട്ടന് പോകാനുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സ് അയൺ ചെയ്ത്, സാധാരണ ഞാൻ ഒന്നിച്ചങ്ങോട്ട് അയൺ ചെയ്ത് വയ്ക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടുപോവുകയോ അല്ലെങ്കിൽ ആവശ്യം വരികയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അതങ്ങോട്ട് എടുത്ത് അയൺ ചെയ്യും. അങ്ങനെയാണുള്ളത്. അപ്പോഴാണിത് ഇന്നിപ്പോൾ ഈ ഡ്രസ്സാണ് ഇടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് അയൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അതങ്ങോട്ട് അയൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോഴൊന്നും മനു പറഞ്ഞില്ല കേട്ടോ യൂണിഫോമിൻ്റെ കാര്യം. ഞാനും വിട്ടുപോയിട്ടുണ്ടായിരുന്നു യൂണിഫോം അയൺ ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ ഞാനും പിന്നെ അത് വിട്ടുപോയി. ഞാനിതൊക്കെ അയൺ ചെയ്ത ശേഷം പിന്നെ മനു കുളി കഴിഞ്ഞ് വന്ന് യൂണിഫോം എടുത്തിടുന്ന സമയത്തുണ്ടല്ലോ, ആ ഒരു സമയത്താണ് ഇവ അയൺ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവൻ്റെ പരിപാടി എന്താ അറിയുമോ നിങ്ങൾക്ക്? കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സൊക്കെ ബാക്കിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം
യൂണിഫോമിൻ്റെ ഷർട്ട് അയൺ ചെയ്യുക. എന്നിട്ട് അത് ഇടുമ്പോൾ ഒരു ചൂടുണ്ടാവുമല്ലോ, അതാണ് എൻ്റെ പരിപാടി കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാൽ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ അവർക്കൊരു രസമായിരിക്കുമല്ലോ ചൂട് ഇങ്ങനെ. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂൾ പഠിക്കുന്ന ടൈമിൽ +1 +2 പോകുന്ന സമയത്ത് നമ്മൾ യൂണിഫോം എന്താ ചെയ്യുക, കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് യൂണിഫോം അയൺ ചെയ്യുക. എന്നിട്ട് അത് ആ ചൂടോടെ ഇടും കേട്ടോ. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോൾ മനു അതുപോലെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അവനും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഷർട്ട് ഇടാൻ നേരത്താണ് അവൻ അയൺ ചെയ്തെടുക്കുന്നത്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അവരൊക്കെ പോയിട്ടോ. ഏട്ടൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മനു പോയപ്പോൾ 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞു അവൻ പോയിട്ടുണ്ട്. അതേ സ്പീഡിൽ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ അവൻ പൈസ എടുക്കാൻ മറന്നു. ഇപ്പോൾ രാവിലെ അവൻ സ്കൂൾ ബസ്സിനും വൈകുന്നേരം ലൈൻ ബസ്സിനുമാണ് വരുന്നത് കേട്ടോ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരം വൈകുന്നൊരു കാരണം. സ്കൂൾ ബസ്സിന് വൈകുന്നേരം വരുന്ന സമയത്ത് ഒരു 1-1.5 മണിക്കൂറൊക്കെ വൈകി അങ്ങനെയാണ് വരുന്നത് കേട്ടോ. സമയം 5:30 ആവാൻ നേരത്താണ് അവൻ വീട്ടിലെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അന്വേഷിച്ച സമയത്ത് ലൈൻ ബസ്സിന് വരികയാണെന്നുണ്ടെങ്കിൽ 4:20 4:30 ആകുമ്പോഴേക്കും അവൻ എത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ലൈൻ ബസ്സിന് ആക്കാമെന്ന് വിചാരിക്കുമായിരുന്നു. രാവിലെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. രാവിലെ അവർക്ക് 9:40 ബസ്, 10 മണിക്ക് ക്ലാസ്. അപ്പോൾ ആ ഒരു രീതിയിലാവുമ്പോൾ ബുദ്ധിമുട്ടില്ല കേട്ടോ. ആ സമയത്ത് തന്നെ നമുക്ക് പോയാൽ മതി. പക്ഷെ വൈകുന്നേരം അങ്ങനെയല്ല കേട്ടോ. വൈകുന്നേരം ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഏതായാലും ലൈൻ ബസ്സിന് ഏതായാലും അവൻ സീറ്റിംഗ് ആയിട്ടോ. അപ്പോൾ അങ്ങനെ ശീലമായി അവൻ വന്നു. അപ്പോൾ പിന്നെ ഞാനും അപ്പൂസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇന്നും കൂടി അംഗനവാടിയിൽ വിടുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അവൻ്റെ കലാപരിപാടികളുമായിട്ട് അങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ അവനും അത് എവിടെ കയറി നിന്ന് കളിക്കണേ, അവിടെ കയറി നിന്ന് അവൻ കളിക്കില്ല കേട്ടോ. ഒറ്റയ്ക്ക് ആ കല്ലിൻ്റെ മുകളിൽ അവൻ കയറി നിൽക്കില്ല. കാരണം അപ്പുറത്തേക്ക് താഴ്ചയാണ്. അപ്പോൾ അവിടെ അവൻ നിൽക്കില്ല കേട്ടോ. അപ്പോൾ അവന് അവിടെ ഇങ്ങനെ കയറി നിൽക്കാൻ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് എന്നോട് പിടിച്ചു തരാൻ വേണ്ടി പറഞ്ഞിരിക്കുകയായിരുന്നേ. അപ്പോൾ അങ്ങനെ അവനങ്ങനെ പിടിച്ചിറങ്ങാൻ വേണ്ടിയൊക്കെ നോക്കുന്നുണ്ട്. എത്തില്ല കേട്ടോ. അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ചാടി ഇറങ്ങിയിട്ട് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ അവൻ്റെ കൂടെ കുറച്ച് നേരം നിന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോസ് കാണലും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ അതും ഒക്കെ ആയിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓണാക്കി വയ്ക്കുക അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് അങ്ങനെ പോകും കേട്ടോ. അതിലിടയ്ക്ക് നമ്മൾ അകത്തുള്ള പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്, ചെയ്ത് തീരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്നത് വൈകുന്നേരമാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നമ്മൾ കറി ഉണ്ടാക്കി, ഉപ്പേരി ഉണ്ടാക്കി, ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കി, അതുപോലെ പപ്പടം, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടോ. അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറുണ്ടാക്കിയില്ല. പിന്നെ ഞാൻ എന്താ ചെയ്തറിയാം, കുക്കറിൽ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി എടുത്തിട്ട് മുന്തിരി ഉണ്ടായിരുന്നു, നെയ്യ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ടിട്ട് പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നെയ്ച്ചോറ് പോലെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. എന്നിട്ട് അത് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായെന്നറിയോ, കറിയും ഉപ്പേരിയും പപ്പടം ഒന്നും എടുക്കേണ്ടി വന്നില്ല, ചോറ് മാത്രം കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉച്ചത്തെ വിശേഷങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം കേട്ടോ ഇവർ വന്ന സമയത്ത് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായി ഇവിടെ മീൻ കൊണ്ടുവന്നിട്ട് കേട്ടോ. മത്തി ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ നന്നാക്കി എടുത്തു കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് ഷുഗർ കുറയും, കൈയൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ വേഗം കുളിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ മീൻ നന്നാക്കാറുള്ളൂ. പക്ഷേ ഇത് എന്തോ എന്തോന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ കുളിച്ചതൊന്നുമില്ല കേട്ടോ. ആകെ കൈയൊക്കെ വിറച്ച് എനിക്ക് ഷുഗർ കുറയുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ കൈയൊക്കെ വിറച്ച് ആകെ പ്രശ്നമായി. പിന്നെ കുറേ നേരം കിടക്കലും കാര്യങ്ങളും. അതിൻ്റെ ഇടയ്ക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കി കേട്ടോ. ജ്യൂസ് പഴം, അതുപോലെ എന്തായിരുന്നു ബൂസ്റ്റ്, പാല് ഫ്രീസറിൽ വെച്ചിട്ട് അത് കട്ടയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും പിന്നെ എന്താ എന്താ ഉണ്ടായിരുന്നത്, അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കാൻ പോയതായിരുന്നു കേട്ടോ. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ബൂസ്റ്റും പാലും പഴവും വെച്ചിട്ടാണ് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കിയിട്ട് ഞാൻ കുടിച്ചു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊന്ന് ബോധം വന്നത് കേട്ടോ. പിന്നെ അപ്പോഴേക്കും അടുത്ത പരിപാടിയൊക്കെ തുടങ്ങിയപ്പോഴേക്കും ഉള്ളിയൊക്കെ ഒന്ന് തോല് പൊളിച്ചോടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് ചതച്ചെടുത്തു. അങ്ങനെ അതും ഒക്കെ ഒന്ന് ചതച്ചു, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയുള്ളതൊക്കെ ചതച്ചെടുത്തു. പിന്നെ മീൻ വറക്കലും, മീൻ കറി ഉണ്ടാക്കലും, പിന്നെ ചോറുണ്ടാക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഇടയ്ക്ക് കറണ്ടും പോയി.
അപ്പോൾ എനിക്കൊരു പണി കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഒരുപാട് പണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഒരു യോഗ ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഒരു എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറണ്ട് പോയതുകൊണ്ട് ഇതേ മനു അപ്പൂസും കൂടി പിന്നാലെ വാലായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് കറണ്ട് വരും, ഇടയ്ക്ക് കറണ്ട് പോകും, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഏതായാലും തട്ടിമുട്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ എൻ്റെ പണികളൊക്കെ അവിടെ കഴിഞ്ഞ് കിട്ടും ചെയ്തിട്ടോ. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളെന്ന് പറയാം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനി നാളെ എന്താവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും അതിൻ്റെ വയ്യായികയൊക്കെ കുറച്ച് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.